ഞാൻ സമയം 12 മണിയായി. രാവിലെ 6 മണിക്ക് എൻ്റെ ഷോപ്പിൽ വന്നതാണ്. ഞാൻ ബേക്കറി സ്റ്റേഷനിലൊക്കെ നടത്തി. ഷോപ്പിൽ വന്നപ്പോൾ ഈ സമയമായിട്ട് എനിക്ക് അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം വന്നത്. ഉച്ചത്തേയും രാവിലത്തെയും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സമയമാണ്. ഞാനിവിടെ തന്നെ 2 ദോശയും ഒരു 2 മുട്ട ഓംലേറ്റ് ഇച്ചിരി നാരങ്ങാച്ചാറും രാവിലെ ഉണ്ടാക്കിയിരുന്നു. രാവിലെ കൂട്ടി കഴിക്കുക. പക്ഷെ നമ്മളിനി സ്റ്റാൻഡേർഡ് ഹോട്ടലുകളിലൊക്കെ പോയി ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, ആർക്കും ഉണ്ട്. നമ്മൾ വീട്ടിൽ വാരി വെച്ച് കഴിക്കുന്നതിനൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ ചെയ്ത് കുറേശ്ശെ ഇങ്ങനെയൊക്കെ 2 വിരൽ കൊണ്ട് ഇങ്ങനെ നെല്ലിയെടുത്ത് സ്ലോ മോഷനിൽ ഇങ്ങനെ വായുന്നറിയാം അകത്തായ നല്ല സ്റ്റൈലായിട്ടൊക്കെ നമ്മൾ ഓരോരുത്തർ കഴിക്കുന്നു. ഞാൻ ഹോട്ടലിലൊക്കെ പോയി ആളുകളൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ മാനേജൊക്കെ കീപ്പ് ചെയ്ത് കഴിക്കാറുണ്ട്. ഞാനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ സ്വഭാവമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ എനിക്കിപ്പോൾ ഭയങ്കര വിശപ്പ്. ചായ മുക്കിയായിരുന്നു 12 മണി വരെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലെങ്ങനെ കഴിക്കുന്നത്, പെട്ടെന്ന് വാരി കഴിക്കുക അല്ല. ഇവിടെ ഞാൻ സ്റ്റൈൽ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ എനിക്കിട്ട് ചില ആളുകൾ വരും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചോദിച്ച് അടുത്ത് പോകുന്നു. അപ്പോൾ ഞാൻ ആഹാരം കഴിച്ച് ഇങ്ങനെ സ്റ്റൈലിലിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാൽ കഴിഞ്ഞ ആളുകൾ അങ്ങ് പോകും. അപ്പോൾ എന്താ ചെയ്യണം, ഞാൻ വലിച്ചു വാരിയും കഴിക്കണം. അങ്ങനെയാണ് വീട്ടിൽ സാധാരണ കഴിക്കുന്നത്. വീട്ടിൽ അങ്ങനെ സാധാരണ കഴിക്കുന്നത് സാവകാശമൊക്കെ കഴിക്കുന്നത്. എന്നാലും സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വാരി കഴിക്കുന്നത്. ഇവിടെ ഈ കാണുന്നവരെന്നെ ചിന്തിക്കുന്നതെന്നറിയാമോ, ഈ പെണ്ണുപിള്ളേർ ഭയങ്കര ആർത്തിയാണല്ലോ. പക്ഷേ എനിക്ക് മിക്കവാറും പേരൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. കാണുന്നവരൊക്കെങ്കിൽ ഇവർക്ക് എന്തൊരു ആർത്തി ആഹാരത്തിന്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ജീവിത സാഹചര്യം നമ്മൾ ഈ ആഹാരമൊക്കെ വലിച്ചു വാരി തിന്നാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. പെട്ടെന്ന് കഴിച്ചിട്ട് ഓരോ മുൻവര്യന്മാരും ഓരോരുത്തരൊക്കെ പറയും സാവകാശമൊക്കെ ചവച്ചരിച്ച് 32 തവണ ഒരു ആഹാരം ഇങ്ങനെ കുറച്ചെടുത്തിട്ട് വായിൽ വെച്ചിട്ട് വായ അടച്ച് 32 തവണ ചവച്ചരച്ചിട്ട് ആകാശത്തിലോട്ട് ചെല്ലാമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരല്ല ഇത് വലിയ സാധിക്കുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ പെട്ടെന്ന് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ എനിക്ക് സമയമില്ലാത്ത സമയത്ത് എങ്കിലും എനിക്കുണ്ട് എൻ്റെ ബേസും കൂടെ. നമ്മൾ ആരും ഈ ആഹാരവും കഴിക്കുന്നതിനൊക്കെ പറഞ്ഞു എന്തോ എന്താ നിൽക്കടാ. ആ തുണി കഴുകുന്നതല്ലേ, തുണി കഴുകുന്നതാണോ? എന്ത് നിൽക്കടാന്ന് കണ്ടോ. ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നതുണ്ട്. ഞാൻ പെട്ടെന്ന് സാധനം എടുത്ത് കൊടുത്തിട്ട് വരാം. ഓക്കെ. ഇംഗ്ലീഷ് ഭാഷ. ഏരിയൻ്റെ തരട്ടെ. എത്ര വേണം? കടയിലോട്ടൊന്ന് ഇറങ്ങി വന്ന് മേടിച്ചെന്തോ. അപ്പോൾ ഗൈസ് ഞാൻ 2 സോപ്പുപൊടി കൊടുത്ത് പൈസ മേടിച്ചിരിക്കുകയാണ്. അയ്യോ കാപ്പനോടെ പോയി. ക്യാഷും മേശയുടെ താക്കോൽ കഴിച്ചു അതെടുത്ത് ബാലൻസ് പൈസ കൊടുക്കട്ടെ. ബാലൻസ് എൻ്റെ കേസ് ഞാൻ പെട്ടെന്ന് സാധനം എടുത്ത് കൊടുത്ത് സോപ്പൊടി കൊടുത്ത് എൻ്റെ പൈസയും വാങ്ങിച്ച് പിന്നെ ഇങ്ങോട്ട് കഴിക്കാനിരിക്കുക. ഇങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തിരക്കിൽ വിളിച്ച് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആരും കുറ്റപ്പെടുത്തി ചിലപ്പോൾ അവർ ജീവിത സാഹചര്യം കൊണ്ടൊക്കെ ആരെയും അങ്ങനെ കഴിച്ചു പോകുന്നത്. എന്താ പറയുന്നത്,
ആർത്തി പിടിച്ച അവരൊന്നും പറഞ്ഞ് ആരും വിമർശിക്കുക കളിയൊക്കെ ചെയ്തത്. ഓക്കെ, ഇതാരും നല്ല വിശപ്പുമായിരുന്നു. അങ്ങനെ വലിച്ചു കയറിയില്ല, എനിക്കും താല്പര്യമൊന്നുമുള്ള വ്യക്തിയല്ല, പക്ഷെ പെട്ടെന്ന് കഴിച്ചേ പറ്റും. അതാണ് നമ്മുടെ ജീവിത ഓട്ടത്തിൻ്റെ ഒരു ഭാഗം. നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയൊക്കെ പോരാടി ജീവിക്കുന്നവരാ ജീവിതത്തിൽ ഒരു കരപറ്റുള്ളത്. അന്നേരം ഇതിനെ പറ്റും നമുക്ക്. ഓക്കെ ഗേസ്.